പ്രൈവറ്റ് വെറ്റിനറി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന എൻക്വയറീസിൽ മെയിൻ ക്വസ്റ്റ്യനാണ് ഇപ്പം നോർത്ത് സൈഡിലാണല്ലോ കോളേജുകളുള്ളത്. അതിൽ തന്നെ അപ്പോളോ അല്ലെങ്കിൽ ആരവല്ലി ഇതൊക്കെയല്ലേ ഉള്ളത്. ഇതിലേതാണ് ബെസ്റ്റ്? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസാണ് നമ്മളിവിടെ പറയുന്നത്. അതെ, വെറ്റിനറി പ്രൈവറ്റിലെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കിട്ടിയില്ല നെക്സ്റ്റ് ഓപ്ഷൻ ചോദിക്കുന്നത് അപ്പോളോ ആരവല്ലി. ഇത് രണ്ടുമാണ്. രണ്ടും രാജസ്ഥാനിലാണ് വരുന്നത്. രണ്ടും ജയ്പൂർ ബേസ്ഡ് ആയ കോളേജുകളാണ്. എനിക്ക് തോന്നുന്നത് പണ്ട് തൊട്ടേ ആളുകൾ കേട്ട് ഒരു പരിചയമായതിൻ്റെ പേരിലായിരിക്കും. 2010 മുമ്പ് തുടങ്ങിയേക്കുന്ന 3 കോളേജാണ് ഉള്ളത്. അപ്പോളോ, ആരവല്ലി, MJF. ഈ 3 കോളേജാണ് നോർത്ത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. എൻ്റയർ ഇന്ത്യയിൽ വെറ്റിനറി പഠിക്കാനുള്ള ഓപ്ഷൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു 10 കൊല്ലം മുമ്പ് നമുക്ക് പ്രൈവറ്റ് വെറ്റിനറി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ കറക്റ്റാണ്. ഈ 2-3 ഓപ്ഷൻസാണ് നമുക്ക്. അതെ, സോ അത് കാരണം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളും ഒക്കെ ഇതിനെപ്പറ്റി മാത്രമേ അവെയർ ആയിട്ടുണ്ടാകും. കാരണം അവരുടെ കൂടെ ജോലി ചെയ്തേക്കുന്ന ആരെങ്കിലൊക്കെ ഈ കോളേജിൽ മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. സോ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് ആളുകൾ പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോളോ അല്ലെങ്കിൽ ആരവല്ലി. എല്ലാ വർഷവും ഒരു 4 to 5 അല്ലെങ്കിൽ ഒരു 10-ന് താഴെ ഒരു 20% താഴെ സ്റ്റുഡൻസ് പഠിക്കുന്നത് കേരളത്തിൽ നിന്നായിരിക്കും. അത് രണ്ടിനും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ ഇത് രണ്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആ രീതിയിലുള്ള എൻക്വയറീസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫെമിലാരിറ്റി വെച്ചാണ് ആളുകൾ ഇതിനെപ്പറ്റി മാത്രം എൻക്വയറി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഒത്തിരി മാറി 2018 ഒരു 10ഓളം പ്രൈവറ്റ് വെറ്റിനറി കോളേജുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഹരിയാനയിലും രാജസ്ഥാനിലുമായിട്ട്. ഗവൺമെൻറ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഇത് ഈ അപ്പോളോ ആരവല്ലി എന്താണോ ആ ഒരു സെയിം രീതിയിൽ VCയുടെ പെർമിഷനും അതുപോലെ തന്നെ സ്റ്റേറ്റിൽ അഫിലിയേറ്റ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് അഫിലിയേറ്റ് ചെയ്തേക്കുന്ന കോളേജ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അത് 5 ഇയർ ആയപ്പോൾ റെക്കഗ്നൈസ്ഡ് ആവുകയും ചെയ്തു. സോ എന്താണോ അവിടെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് ആ സെയിം വാലിഡിറ്റിയുള്ള സർട്ടിഫിക്കറ്റ്സ് വേറെ കോളേജുകളിലും കിട്ടാൻ തുടങ്ങി. അതിൽ മലയാളി മാനേജ്മെൻറ്റ് നടത്തുന്ന കോളേജിലുണ്ട്. മാത്രമല്ല ഫെസിലിറ്റീസ് അതുപോലെ അക്കാഡമിക്സിലോട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് ഈ കോളേജുകൾ അല്ലേ? തീർച്ചയായിട്ടും. കാരണം പെർ ഇയറിൽ 40 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സീറ്റ് 40-ലും മലയാളി മാത്രം പഠിക്കുന്ന കോളേജിലുണ്ട്. ഈ പറഞ്ഞ ആരവല്ലിക്ക് പോലും 5 വർഷമായിട്ട് റെക്കഗ്നൈസേഷൻ കിട്ടിയ കോളേജല്ല. ഒരു 9-10 വർഷം കഴിഞ്ഞ ശേഷമാണ് റെക്കഗ്നൈസേഷൻ കിട്ടിയത്. മലയാളി കോളേജിൽ 2019-20 വന്ന് കൃത്യമായി ഫസ്റ്റ് ബാച്ച് പാസ്ഔട്ട് ആയപ്പോൾ തന്നെ റെക്കഗ്നൈസ്ഡ് ആയ കോളേജുകൾ ഇഷ്ടംപോലെ ഉണ്ട്. സോ ആ ഒരു ഓപ്ഷൻ മാത്രമല്ല ഉള്ളത്, അവിടെയും ഓപ്ഷൻസ് ഉണ്ട്. അത് കൂടാണ്ട് അതിനേക്കാളും വേറെ ഓപ്ഷൻസ് ഹരിയാനയിലും രാജസ്ഥാനിലും ഉണ്ട്. സോ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് തന്നെ ചൂസ് ചെയ്യണം. അതാണ് ഫീസ് കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു മേജർ ഡിഫറൻസ് വരുന്നുണ്ടല്ലേ? ഇപ്പോൾ പുതിയ കോളേജിൽ ഇത്ര ഫെസിലിറ്റീസും എന്താ പറയുക അക്കാഡമിക്സ് ഒക്കെ അത്രയും ബെസ്റ്റായിട്ട് നിൽക്കുമ്പോഴും ഈ ആരവല്ലി അപ്പോളോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 10 lakhs എങ്കിലും മിനിമം ഫീസ് ഡിഫറൻസ് ആയിരുന്നു. ഫീസ് ഡൊണേഷൻ ഇതെല്ലാം വരാറുണ്ട് പൊതുവായിട്ട്. പഠിച്ചവർക്കറിയാം. അല്ലെങ്കിൽ അതായിട്ട് അതിലേക്ക് അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ ഡൊണേഷനെ പറ്റിയൊക്കെ കൂടുതലായിട്ടും അവെയർ ആകത്തുള്ളൂ. പിന്നെ പുതിയ കോളേജിൻ്റെ ഒരു പോപ്പുലാരിറ്റി വരുന്നതനുസരിച്ച് ആ കോളേജുകളിൽ ഫീസ് കൂടി വരും. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ബെനിഫിറ്റ് ആണ് അല്ലേ? നമ്മൾ ഈ ഇടയ്ക്ക് ഒരു കോളേജിൽ പോയിരുന്നല്ലോ. കോളേജിൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യാനായിരിക്കും ബെറ്റർ. അതിൻ്റെ ആക്ച്വലി എന്താ ഒരു AC ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒന്നും ഒരു റൂം തുറന്ന് നമ്മുടെ ഒരു മലയാളി സ്റ്റുഡൻറ്റിന് അതിനകത്ത് പഠിക്കാനല്ല, അതിനകത്ത് ഒരു 10 minutes നിൽക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ അല്ലാത്ത കോളേജുകളാണ്. കാരണം നോർത്ത് ഇന്ത്യ അങ്ങനെയാണ് ആക്ച്വലി. കാരണം മലയാളി നമ്പർ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ക്ലീനായ ഈ പറഞ്ഞ ഹോസ്റ്റൽ ഫെസിലിറ്റിയൊക്കെ വരത്തുള്ളൂ. ക്ലാസ് എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ VCയുടെ നോംസിലായിട്ട് കൃത്യമായിട്ട് നടക്കുമായിരിക്കും. ഹോസ്റ്റൽ ഫെസിലിറ്റി ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. കാരണം അവരുടെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ അപ്പോളോ ആരവല്ലി കൂടാണ്ട് വേറെ പല ഓപ്ഷൻസും വെറ്റിനറിയിൽ ഉണ്ട്. അതിന് കൃത്യമായിട്ടുള്ള എല്ലാം ഗവൺമെൻറ് ത്രൂ ഉള്ള കൗൺസിലിംഗ് ആണ്. ഈ സ്റ്റേറ്റിലെ എല്ലാ കൗൺസിലിങ്ങും ഗവൺമെൻറ് ത്രൂ ആണ്. സോ എന്തെങ്കിലും അവരുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. നമുക്കൊരു മിനിമം 30 lakhs ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മിനിമം 30 lakhs ഉണ്ടെങ്കിൽ AC ഹോസ്റ്റൽ ഉൾപ്പെടെ 30 lakhs. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ BDSലെ ഫീസ് ആകുന്നില്ല. നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വെറ്റിനറിയിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.